ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാ, എൻ്റെ ആയിഷ എനിക്ക് വിശ്വാസമാണ്. കാരണം ഇന്നലെ വരെ അവൾ എൻ്റെ കൂടെ കിടന്നവളാണ്. അവിടെ നിന്ന് പറയുന്നു, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ, നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ആയിഷ നിരപരാധിയാണ്, എൻ്റെ ആയിഷ നിരപരാധിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹു തീരുമാനിക്കട്ടെ. ആയിഷയുടെ കാര്യം അല്ലാഹു തന്നെ തീരുമാനിക്കട്ടെ. ആയിഷ ബീവി വീടിന്റെ അകത്ത് കിടക്കുകയാണ്. പനി പിടിച്ചടോ, ഒരാഴ്ചയോളം ആയിഷ സുഖമില്ലാതെ കിടന്നു. പുറത്തു നടക്കുന്ന കാര്യങ്ങളൊന്നും ആയിഷ അറിയുന്നില്ല. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല നബി തങ്ങളുടെ സങ്കടം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുക്കൽ പോകട്ടെ നബിയേ, ഞാൻ എൻ്റെ ഉമ്മാടെ അടുക്കലൊന്ന് പോയി നിൽക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളെ വിളിക്കുകയാണ്, ആയിഷ ബീവിയെ പറഞ്ഞു വിടുകയാണ്. ആയിഷ ബീവി വീട്ടിൽ ചെല്ലുമ്പോഴാണ് കഥകൾ അറിയുന്നത്. സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള തിരക്കഥയാ പെങ്ങള്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. നമ്മളാരും മനസ്സിൽ പോലും കരുതാത്ത കഥകളാണ് പടച്ചവന് ഇന്നടിച്ചിറക്കുന്നത്. ഓരോ പെണ്ണും അവരുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് പറയുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തകർന്നു പോയി. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ആയിഷ പട്ടിണി കിടക്കുകയാണ്, ആയിഷ പട്ടിണി കിടക്കുകയാണ്. വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ എൻ്റെ പൊന്നുമോൾ അനങ്ങാതെ കിടക്കുകയാ, എൻ്റെ പൊന്നുമോൾ അനങ്ങാതെ കിടക്കുകയാ, അനക്കമില്ല. എൻ്റെ പൊന്നുമോളും മരിച്ചുപോയോ അല്ലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ പൊന്നുമോളും മരിച്ചുപോയോ. അബൂബക്കർ തങ്ങൾ തെന്നിട്ട് കാലിൽ ഇങ്ങനെ തട്ടി നോക്കും ജീവനുണ്ടോ എന്ന്. ആയിഷയുടെ കാലിൽ ഇങ്ങനെ തട്ടി നോക്കും. തൻ്റെ പൊന്നുമോൾ അനങ്ങുമ്പോഴാ സമാധാനം വരുന്നത്. അതുപോലെ ആയിഷ കരഞ്ഞു പെങ്ങള്, അതുപോലെ ആയിഷ സങ്കടപ്പെട്ടു പെങ്ങള്. പക്ഷേ പതറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. അതാ വരുന്നു മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി ആയിഷ ബീബി നിരപരാധിയാ, ആയിഷ ബീബി നിരപരാധിയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവിടെ ആയത്തിറങ്ങി എന്ന് ചരിത്രം പറയുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണോ? ഒരു വാർത്ത കേട്ടാ അതിന്റെ സത്യാവസ്ഥ ആരും തിരയാറില്ല. എല്ലാവരും ഷെയർ ചെയ്യുകയാ, എല്ലാവരും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുകയാണ്. സത്യമാണോ കള്ളമാണോ ആരും തിരക്കാറില്ല. എന്നാൽ ഒരു മുസ്ലിമിന്റെ നിലപാടെന്താ? ഒരു മുസ്ലിമിന്റെ നിലപാടെന്താ? നീ ആരുടെ കൂടെയാ നിൽക്കേണ്ടതെന്നറിയോ? അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടന്നപ്പോ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം രാത്രി തന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ ഭാര്യ ചോദിക്കുകയാ, ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു, ആയിഷ ബീവിയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ പറയുന്നല്ലോ, ആയിഷാനെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത പറയുന്നല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചല്ലേ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ഒരു നാട് മുഴുവനും ആയിഷയെ കുറ്റം പറയുമ്പോ, ഒരു നാട് മുഴുവനും ആയിഷാനെ കുറിച്ച് അപവാദം പറയുമ്പോ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആയിഷ തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ സ്വഹാബിയുടെ മറുപടി എന്തെന്നറിയോ?
ആ സഹാബിയുടെ മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല രാത്രി വീട്ടിൽ കയറി ചെന്നു. അപ്പൊ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, ആയിഷ ബീബി റളിയല്ലാഹു തആലയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചോ? അപ്പൊ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, അതവിടെ നിൽക്കട്ടെ, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? ആയിഷ ബീബിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ ഭാര്യ പറയാ, ഞാനോ ഒരിക്കലും, വല്ലാഹി ഞാൻ ചെയ്യൂല. ആയിഷയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വല്ലാഹി സത്യം ഞാൻ വ്യഭിചരിക്കൂല. മഅദല്ലാ, അല്ലാഹു കാക്കട്ടെ, ഞാൻ ഒരിക്കലും വ്യഭിചരിക്കൂല. അപ്പൊ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ ചോദിച്ചു, നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെ ചെയ്യും? നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ നിന്നെക്കാല് എത്രയോ ഹൈറായവളാ ആയിഷ. ഈ ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതുപോലും അള്ളയല്ലേ. അപ്പം നീ ചെയ്യത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെ ചെയ്യും? നിന്നെക്കാല് എത്രയോ ഹൈറായവളാണ് ആയിഷ. ആയിഷ ഒരിക്കലും വ്യഭിചരിക്കില്ല. ആ സ്വഹാബിയുടെ നിലപാടത. ഇവിടെ ഒരു വാർത്ത കേട്ടാൽ അങ്ങനെ ആയിരിക്കണം. ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോൾ നീ എപ്പോഴും നല്ലത് ചിന്തിക്ക്. അബദ്ധം പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ അത് ചുമ്മാതെ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയായിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നല്ലതേ ചിന്തിക്കാവൂ. നമ്മളൊരു കഥ അങ്ങോട്ട് എഴുതും, ആമിനയോട് പറയും, ആമിന ആയിഷയോട് പറയും, ആയിഷ നഫീസയോട് പറയും. പിന്നെ പടച്ചവനെ നമ്മൾ തന്നെ കേൾക്കുമ്പോൾ കണ്ണു തള്ളിപ്പോകും. സിനിമാ തിരക്കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകളാ പിന്നെ അങ്ങോട്ട് ഓരോരുത്തരും അവരുടെ കയ്യിൽ നിന്ന് ബറക്കത്തിനൊന്നിടും. അതാ മിസിൽ സാബാബ് വാങ്ങിക്കൂട്ടുന്നത് അവിടെയാ. ഓരോരുത്തരും അവരുടെ കയ്യിൽ നിന്ന് അല്പം ഇടുക. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഈ അപവാദമുണ്ടായ സമയത്ത് ആ സഹാബിയുടെ നിലപാടിനെ കുറിച്ച് ഖുർആൻ പറയുക, ലൗലാ ഇദ് സമിഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. ഖുർആൻ പറഞ്ഞതാ. ഇവിടെ നമ്മളെപ്പോഴും നന്മയുടെ ഭാഗത്തായിരിക്കണം, നല്ലത് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആവശ്യമില്ലാത്തതൊക്കെ കള. എന്തിനാ അതൊക്കെ? എടോ, അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവനും അള്ളാഹുവും തമ്മിൽ തീർക്കും. നിനക്കെന്താ കാര്യം? നീ ഒരു തെറ്റ് ചെയ്താൽ നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങി അള്ളാഹു നിനക്ക് പുറത്തു തരും. എനിക്കെങ്ങനെ പുറത്തു തരിക? ഞാൻ നിന്നെ നാണം കെടുത്തി. ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിൻ്റെ വില എന്തെന്നറിയോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ മുമ്പിൽ ചെന്നു. അള്ളാഹു ആ കഅബാലയം ചെന്ന് സിയാറത്ത് ചെയ്യാനും ആ കഅബയുടെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിർത്താറായോ? നിങ്ങൾ ഇരുത്തം കണ്ടിട്ട് നിങ്ങളുടെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് മടുത്തു തുടങ്ങിയെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തിയേക്കാം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരിശുദ്ധമായ കഅബ, ഹജറുൽ അസ്വദ് കൊണ്ട് അലങ്കരിച്ച കഅബ, കഅബ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്കെന്ത് സുഗന്ധമാ, എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നു, കാണാനും തൊടാനും ഒക്കെ എല്ലാവർക്കും നിന്നെ വലിയ ബഹുമാനം. സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് അള്ളാഹു നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. വല്ലാത്ത മഹത്വം, വല്ലാത്ത സുഗന്ധം. അങ്ങനെ കഅബാലയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നബിതങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയോട് പറഞ്ഞു, കഅബേ, നിന്നെക്കാളും സ്ഥാനമുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിനെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിന് ആ കഅബാലയത്തിനെക്കാളും മഹത്വമുണ്ട് അള്ളാഹുടെ മുമ്പിൽ. അതുകൊണ്ടാ സഹോദര, പറയുമ്പോഴും നോക്കിയും കണ്ടും പറയണം. എടാ, നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. തിരുവനന്തപുരത്ത് കിടക്കണ വരെ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ അയച്ചു കൊടുക്കും, ഇവള് പോയെന്ന്. അവള് പോയെങ്കിൽ പോട്ടെ, എനിക്കെന്താ? എടാ, ഇന്നത്തെ കാലത്ത് അന്ന് വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഒരു അമുസ്ലിമായ ഒരു പയ്യൻ്റെ കൂടെ ഇപ്പോൾ ഒളിച്ചോട്ടൊന്നും വലിയ കാര്യമൊന്നുമല്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൾ വിചാരിക്കണത് എൻ്റെ മോള് പോത്തില്ല ഉസ്താദെ, കാരണം മലക്കല്ലേ. എൻ്റെ മോള് പോവില്ല, അയൽവാസിയുടെ പോത്തുള്ളൂ. അതങ്ങനെ സ്വന്തം മക്കളുടെ തെറ്റാരും പറയും. നിൻ്റെ മകളുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയത്തില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പോട്ടെ, ഞാൻ എന്തിനാ വല്ലവരുടെ കാര്യം പറയണേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കുറ്റബോധം. അല്ല, ഞാൻ ചെയ്തത് പാവമായി പോയല്ലോ, അല്ല തെറ്റായി പോയല്ലോ, അല്ലാഹുവേ
ചെയ്തു പോയി റബ്ബേ. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ആ പെണ്ണ് തൗബ ചെയ്തു. അള്ളാഹുൾക്ക് പുറത്തു കൊടുക്കുമോ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരെ എങ്ങനെ ഇരിക്കണേ? അവൾ അള്ളാഹിനോട് തൗബ ചെയ്താൽ പുറത്തു കൊടുക്കുമോ? കൊടുക്കൂലേ? കൊടുക്കുമോ ഇല്ലേ? അത് ഉറക്കപ്പറ, കൊടുക്കുമോ ഇല്ലേ? ആ പെണ്ണിനെ നാണം കെടുത്തിയ നീ അള്ളാഹുടെ മുമ്പിൽ തൗബ ചെയ്താൽ അള്ളാഹ് പുറത്തു തരുമോ? ഇല്ല. അതാ മനസ്സിലാക്കണ്ടേ. നീ മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് അറബികളെ മൊത്തം ഇടിച്ച് കളഞ്ഞിട്ട് നീ ഹജറുൽ അസ്വദിനകത്ത് തലയിട്ട് മുത്തിയിട്ട് പറയാം, അല്ല ഞാൻ നാണം കെടുത്തി, അല്ല പുറത്തു തരണേ, അല്ല ഓർക്കുവോ? ഇല്ല. അവളുടെ വീട്ടിൽ ചെന്നിട്ട് നീ പൊരുത്തം ചോദിക്ക്. അവൾ പൊരുത്തം തന്നാലേ നീ രക്ഷപ്പെടൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം അത് നിസാരമായ ഒരു പാവമല്ല. ഇങ്ങനെ ഇരുന്നിട്ട് തിന്നാൻ നല്ല രസമാണ്, ഇറച്ചിക്ക് വല്ലാത്ത ടേസ്റ്റാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ ആ ഒരു ദിക്റാണ് ആ മഹദി. ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിന് ധൈര്യം കിട്ടാൻ പറഞ്ഞ ദിക്റതാ. ആയിഷയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ അതാ ഖുർആനിൽ ആയത്തിറങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാലാമത്തെ അടിമയാര ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു. രണ്ട് കണ്ണും കാണാത്ത സഹാബിയ, രണ്ട് കണ്ണിനും ജന്മനാ കാഴ്ചയില്ല. ഈ ഉമ്മു മഖ്തൂം എന്ന് പറയുന്ന സഹാബി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. നബിതങ്ങളുടെ മുമ്പിലേക്ക് ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് നബിതങ്ങളോട് പറയുകയാ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിതങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, യാ റസൂലല്ലാഹ് അല്ലിംനി മിമ്മാ അല്ലമക്കല്ലാഹ്. ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നബിയെ എനിക്കൊരു അറിവ് പറഞ്ഞു തരണം, എനിക്കൊരു സംശയം തീർക്കണം, ഒരു മസല പറഞ്ഞു തരണം. നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് എനിക്കൊരു അറിവ് പറഞ്ഞു തരാൻ ചോദിച്ചു. സത്യം പറഞ്ഞ ആ സമയത്ത് നബിതങ്ങൾ ഖുറൈശികളുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പള്ളിയിലെ ഉസ്താദ് ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളായ ആൾക്കാരുടെ നേതാക്കന്മാരെ പള്ളിയിൽ വിളിച്ചിട്ട് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഇസ്ലാം എന്താണ്, അള്ളാഹ് എന്താണ്, മഹാന്മാരാരാണ്, അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ നാട്ടിലെ ഒരു കാക്ക വന്നിട്ട്, ഉസ്താദേ എനിക്കൊരു മസല ചോദിക്കണം എന്ന് ചോദിച്ചാൽ ഉസ്താദിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എടാ, ഈ ചങ്ങാതിക്ക് എപ്പോൾ വേണമെങ്കിലും മസല ചോദിക്കാം, ഇവന്മാരെ ഇപ്പം കിട്ടിയതല്ലേ ഉള്ളൂ. അത്രയും വലിയ ഒരു ചർച്ച ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളുടെ നേതാക്കന്മാർക്ക് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട്, ഉസ്താദേ എനിക്കൊന്ന് ബാത്റൂമിൽ കയറുന്ന ദുബാ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ ഉസ്താദിന് പെട്ടെന്ന് മനസ്സിലൊരു അമർഷം തോന്നും. ഈ ഉമ്മു മഖ്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്ത സഹാബി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നാമതേ ഖുറൈശികൾ പറയുന്നത് മുഹമ്മദിൻ്റെ കൂടെ ഉള്ളതൊക്കെ അത്തപ്പാടികളാണ്, ഒന്നിനും കൊള്ളാത്ത ബലഹീനരാണെന്നൊരു പേര് ദോഷമുണ്ട്. അപ്പോൾ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബി ഇങ്ങനെ ചോദിച്ചപ്പോൾ നബിതങ്ങളൊന്നും മിണ്ടിയില്ല. സഹാബി രണ്ടാമതും ചോദിക്കുന്നു, നബിയെ എനിക്കൊന്ന് ഇൽമു പറഞ്ഞാൽ നബിയെ. സത്യത്തിൽ ആ സഹാബിക്ക് അറിയില്ല നബിതങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാന്ന്, കണ്ണിന് കാഴ്ചയില്ല. പക്ഷേ അങ്ങനെ ചോദിച്ചപ്പോൾ നബിതങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. എപ്പോഴാണോ പടച്ചൻ ഇതൊക്കെ? എപ്പോഴാണ് ഈ ചോദ്യം? ആ നബിതങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ഈ ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു മനസ്സൊന്ന് വേദനിച്ച്, എന്തേ അല്ലാഹ് നബിതങ്ങൾ മറുപടിയൊന്നും പറയണില്ല, എന്ത് പറ്റി പടച്ചൻ എന്ന് ഇറങ്ങി അങ്ങ് പോയ സഹാബി. ആ സഹാബി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ഖുർആനിലെ 10 ആയത്തുകൾ ഓതി കൊടുക്കുകയാ. അബസ വതവല്ല അൻജാഅഹുൽ അമാ. അല്ലാഹുവേ, ഒരു കണ്ണ് കാണാത്ത ഒരു ബലഹീനനായ ഉമ്മു മഖ്തൂം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്നൊരു ദീനിനെ കുറിച്ചുള്ള ഒരു കാര്യം ചോദിച്ചപ്പോ നബിയേ മുഖം ചുളിച്ചില്ലേ നബിയേ?
അങ്ങ് മുഖം ചുളിച്ചില്ലേ? ശരിയായില്ല നബിയേ, ശരിയായില്ല നബിയേ. ആ പാവപ്പെട്ട സ്വഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു വഴക്കു പറയുകയാണ്. ശരിയായില്ല നബിയേ, ശരിയായില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ വഴക്കു പറയുകയാ. നബി തങ്ങളെ വഴക്കു പറഞ്ഞടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടുകയാണ്, നബി തങ്ങൾ ഓടുകയാണ്. സഹാബ, ഉമ്മു മക്തൂം എവിടെ? സഹാബ എവിടെ? ഉമ്മു മക്തൂം എവിടെ? കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം ലബ്ബൈക യാ റസൂലല്ലാഹ് പള്ളിയുടെ മൂലയിലിരുന്ന് കൊണ്ടവിടെന്ന് പറയുന്നു, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടുകയാണ്. കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം എന്ന് പറയുന്ന സ്വഹാബിയുടെ ചാരത്ത് നിന്നിട്ട് നിബിതങ്ങളുടെ ഷാളെടുത്ത് തറയിൽ വിരിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ ചുമലിൽ കിടന്ന ഷാളുണ്ടല്ലോ, ആ ഷാളെടുത്ത് താഴെ വിരിച്ചിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, ഇരിക്കും മക്തൂ, ഇരിക്കും മക്തൂ. അള്ളാനെ കൊണ്ടെന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ ഉമ്മ മക്തൂ. അള്ളാന്റെ റസൂല് പറയുകയാണ്, അള്ളാനെ കൊണ്ടെന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ. നബി തങ്ങൾ അവിടെ നിന്ന് പറയുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് ഉമ്മ മക്തൂം എന്ന് പറയുന്ന സഹാബിയെ കാണുമ്പോ അവിടെ നിന്ന് ചോദിക്കും, എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? പ്രവാചകൻ ആ സ്വഹാബിയോട് അങ്ങോട്ട് ചോദിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ചരിത്രം പറഞ്ഞു തരുന്ന വലിയ ഒരു പാഠമുണ്ടോ. കണ്ണ് കാണാത്തവരുണ്ടല്ലോ, ചെവി കേൾക്കാത്തവരുണ്ടല്ലോ, കാലിന് സ്വാധീനമില്ലാത്തവരുണ്ടല്ലോ. പടച്ചവനെ, അവരെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം സഹോദരാ, പേടിക്കണം സഹോദരാ, പരിഗണിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. അവരെ നിങ്ങൾ പരിഗണിക്കണമടോ. കണ്ണ് കാണാത്തവരെ കണ്ടാ, കണ്ണ് കാണാത്തവരെ കണ്ടാ കൈപിടിച്ച് നടത്തണേ ചെറുപ്പക്കാരാ. കണ്ണിന് കാഴ്ച കുറയുന്നവരെ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരെ, നിങ്ങൾക്ക് നിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാ. നിങ്ങളാരെന്നറിയോ? നിങ്ങളാരെന്നറിയോ? ഈ ചെറുപ്പക്കാരാ, കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ കണ്ട ആ മനുഷ്യന്റെ കൈ പിടിച്ച് നടത്തണേ. ഫോട്ടോ എടുക്കാനല്ല, റീലെടുക്കാനല്ല, നീ കാരുണ്യ പ്രവർത്തകനാണെന്ന് അറിയിക്കാനല്ല. അല്ലാഹുവിന്റെ വജ്ഹ് കരുതിയിട്ട് ഒരു കണ്ണ് കാണാത്ത മനുഷ്യനെ നടത്തിയ ഞാൻ എവിടെ വെച്ച് കണ്ടാലും പിടിക്കുമടോ. കണ്ണ് കാണാത്ത ആരെയെങ്കിലും കണ്ട ഒരു 10 ചുവട്ടിടിയെങ്കിലും ഞാൻ അവരുടെ കൈപിടിച്ച് നടത്തുമടോ. എന്തുകൊണ്ടെന്നറിയുമോ? ആ 10 ചുവട്ടടി നീ സ്വർഗത്തിലേക്ക് അടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരു കണ്ണ് കാണാത്ത ഒരാളെ എത്ര ദൂരമാണോ നമ്മൾ കൈപിടിച്ച് നടത്തുന്നത്, അത്രയും ദൂരം നമ്മൾ സ്വർഗത്തിലേക്ക് അടുത്തു. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എടോ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയവർക്ക് വലിയ സങ്കടമാണ്. സത്യത്തിൽ നിങ്ങൾ ആരാ? നിങ്ങൾക്കുള്ള പ്രതിഫലം എന്താ? ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു തിരിച്ചെടുത്താൽ അതിന് പകരം ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പകരം സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയനാ റസൂലുള്ളാഹി. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ നീ ഉറപ്പിച്ചോ, നീ സ്വർഗത്തിൻ്റെ അവകാശിയാ. പക്ഷെ അത് വലിയ വേദനയാണ്, വലിയ പ്രയാസമാണ്. കാണാതെ വരുമ്പോൾ അള്ളാഹു അയലം പടച്ചോൻ വലിയ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബലഹീനരുടെ ദുആ നമ്മൾ എപ്പോഴും പേടിക്കണം. അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, നമ്മളെപ്പോഴും അവർക്ക് വലിയ പരിഗണന ഒന്നും നമ്മൾ കൊടുക്കാറില്ലടോ. നമ്മളൊരു പെട്രോൾ പമ്പിൽ പോയാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ബാത്റൂമും സൗകര്യവും ആ പമ്പിലുണ്ട്. ഇനി നമ്മൾ ഗൾഫിൽ, ഞാൻ ഇന്നലെ രാത്രിയും ഞാൻ വണ്ടി ഒതുക്കാൻ നേരത്ത് അർഷാദൊക്കെ എന്നോട് പറഞ്ഞു, അവിടെ വണ്ടി ഇട്ടാൽ ഫൈനാ ഉസ്താദേ, കാരണം അത് ഇന്ന ആൾക്കാർക്കുള്ള സ്ഥലമാണ്. അവരുടെ വണ്ടി പോലും ഒതുക്കുവാനുള്ള സ്ഥലങ്ങൾ പോലും, പ്രത്യേക സൗകര്യം പോലും പല രാജ്യങ്ങളിലുമുണ്ട്.
പക്ഷെ നമ്മുടെ പള്ളികളിൽ ഇങ്ങനെ കാലും കയ്യും ഇല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ അയാൾക്ക് ബാത്റൂമിൽ പോകാനൊരു സൗകര്യം ഏതെങ്കിലും പള്ളിയിലുണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഞാൻ സ്വന്തം ജോലി ചെയ്യുന്ന പള്ളിയിൽ പോലും ഇല്ലല്ലോ. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, അവർക്ക് വേണ്ടി അതെങ്ങനാ പൂട്ടി താക്കോല് സെക്രട്ടറി പ്രസിഡന്റും വീട്ടിൽ കൊണ്ടുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആലോചിക്കുക, പള്ളിയുടെ ബാത്റൂം വരെ പൂട്ടിയിട്ട് ഇല്ല പോ. അതവസ്ഥ. വഖഫ് ചെയ്യുമ്പോൾ പറയുന്നത് ഇത് ലോക മുസ്ലിമിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു എന്നാണ്. വഖഫ് ചെയ്യുമ്പോഴൊക്കെ വല്ലാത്ത പറച്ചല. പക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാടോ. നമ്മളൊക്കെ യാത്രയിൽ പോകുമ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഫോൺ നമ്പർ വിളിക്കണം, അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലൊക്കെ കൈവച്ച് തപ്പി നോക്കണം, അല്ലെങ്കിൽ മുഅദ്ദിനോട് ചോദിക്കണം. കാരണം പൂട്ടിക്കൊണ്ട് പോകും. എൻ്റെ തറവാട് സ്വത്തല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഈ പ്രസിഡന്റ് വല്ലയിടത്തും പോകണം. പ്രസിഡന്റും സെക്രട്ടറിയും ഈ പള്ളി കമ്മിറ്റിക്കാരന്മാരൊക്കെ എവിടെങ്കിലും പോകുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. എവിടെയെങ്കിലും പോകുമ്പോൾ പൂട്ടിക്കൊണ്ട് പോകണം, അപ്പം അറിയാം എൻ്റെ മനസ്സ്. ഇവിടെ പോലും അതൊക്കെ എന്തിനാ ഇങ്ങനെ കാണിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഭവനമല്ലേ. യാത്രക്കാരൻ്റെ ദുആയ്ക്ക് വരെ ഇജാബത്തുണ്ടെന്ന്. പള്ളിയൊക്കെ പൂട്ടിക്കൊണ്ട് പോകല്ലേ സമയം അല്ലേ? പൂട്ടിക്കൊണ്ട് മുഅദ്ദിൻ്റെ നേരെ ചാട്, എന്തിനാ തുറന്നിട്ടിരിക്കണേന്ന്. അങ്ങനെയൊന്നും ചെയ്യരുത്. യാത്രക്കാരെയൊക്കെ നമ്മൾ പരിഗണിക്കണം. ഏത് പള്ളിയിലെ സഹോദരൻ ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഒരു സൗകര്യമുള്ളത്? നിങ്ങൾ നോക്കിക്കേ, ഇവർക്കൊന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ കയറണമെങ്കിൽ നിരങ്ങി കയറണം. സൗകര്യമുണ്ടോ? പള്ളിയുടെ സൈഡിൽ റൂമിൻ്റെ അകത്ത് വീൽ ചെയർ കൂട്ടിയിട്ടിരിക്കുക. എന്തിന്? നാട്ടുകാർക്ക് കൊടുക്കാൻ, നാട്ടിലെ രോഗികൾക്ക് കൊടുക്കാൻ വീൽ ചെയർ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളൊരു പാവപ്പെട്ട മനുഷ്യൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ഒരു വീൽ ചെയർ പള്ളിക്കകത്തുണ്ടോ? അത് ലക്ഷങ്ങളുടെ കാർപ്പറ്റല്ലേ, അതിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ ഇല്ലേ? കസേരയുണ്ട്. മരിച്ച വീട്ടിൽ പോലും അത്രയും കസേരയില്ലടോ, പള്ളിക്കകത്തുണ്ട്. മരിച്ച വീട്ടിൽ പോലും ഇത്രയും കസേരയില്ല. ഈ കസേര വാങ്ങി ഇടുന്നവന് അള്ളാഹു നാളെ എന്ത് ശിക്ഷയാണ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയിലോട്ട് നടന്നാ വരുന്നേ. വാപ്പയ്ക്ക് സ്റ്റെപ്പ് കയറാൻ കുഴപ്പമില്ല, കുനിയാൻ കുഴപ്പമില്ല. വാപ്പ പള്ളിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഇരുപ്പ. റഹ്മാനായ അള്ളാഹ് 1000 നോട്ട് നിരത്തിയിട്ട് നോക്കണം വാപ്പ കുനിയോ ഇല്ലയോ എന്ന് അപ്പം അറിയാം. ഈ കസേരയിലിരിക്കുന്ന ഒരു പാമ്പ് വല്ലതും കയറിയാൽ മതിയായിരുന്നു ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം അറിയാം അല്ലാഹ് ഇമാമിൻ്റെ തലയിൽ കൂടെ വേണമെങ്കിൽ ചാടും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, അള്ളാഹുടെ മുമ്പിലൊന്ന് നീ എത്ര വേണമെങ്കിലും കിതാബ് നോക്കിക്കോ, സുജൂദെന്ന് പറഞ്ഞാൽ അത് താഴെ ഭൂമിയിൽ തന്നെ ചെയ്യണം സഹോദര. എടോ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. അങ്ങനെയല്ലേ? ആണോ അല്ലേ? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എന്ത് ചെയ്യണം? ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നെന്ന് പറഞ്ഞാൽ കസേരയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു മനുഷ്യൻ താഴെ ഇരുന്ന് നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നെന്ന് പറഞ്ഞാൽ തറയിലിരിക്കണം. അതിന് പറ്റാത്തവൻ വേണം കസേര കയറാൻ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പള്ളിയിൽ ഒരാളും തറയിലിരുന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥ. മടിയന്മാരാകുക, അലസത. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളവരെ കൂടെ പരിഗണിക്കുക. അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അവരോട് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പോലും നിസാരമായി കാണരുത്. അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അവരുടെ മനസ്സ് വേദനിച്ചാൽ നിൻ്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആദമിൻ്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. നമ്മളാരും മലക്കുകളൊന്നും അല്ലടോ. എല്ലാവരും വരും എൻ്റെ കൈമുത്താൻ. ഞാൻ ചിരിക്കുക. എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കല്ലേ അറിയൂ. എൻ്റെ കൈമുത്താൻ വരുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ യഥാർത്ഥ സ്വഭാവം എനിക്കല്ലേ അറിയത്തുള്ളൂ. എടോ, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. പക്ഷെ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? അത് അള്ളാഹുടെ മുമ്പിൽ ഏറ്റുപറയുന്നവനാ. അള്ളാഹു നമുക്ക് തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമെന്ന്, അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ടൊന്ന് തൗബ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്തുകൂടെ? തൗബയെന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയാവോ? 27-ാം രാവിൻ്റെ അന്ന് പോവാ. എവിടെ പോവാടാ? തൗബ ചെയ്യാൻ പോവാ. 27-ാം രാവിൻ്റെ അന്ന് കുളിച്ചൊരുങ്ങി പോകുന്നു. എവിടെ പോകുന്നു? തൗബ ചെയ്യാൻ. തൗബയെന്ന് പറഞ്ഞാൽ എന്തെന്നറിയും? അതുപോലും നമുക്കറിയില്ല. നമ്മളൊക്കെ ഇങ്ങനെ നിലവിളിച്ചിട്ടുള്ള ദുആയ 1 മണിക്കൂർ നീണ്ടു നിൽക്കും നമ്മുടെയൊക്കെ ദുആ. എന്താ ദുആ അല്ലേ? ഷോയാടോ, അഭിനയം. സത്യത്തിൽ തൗബയെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യന് തെറ്റ് ചെയ്താൽ അത് ഏറ്റു പറയേണ്ടത് എങ്ങനെയാണെന്നറിയോ? അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. തൗബത്തൻ നസൂഹ എന്ന ഖുർആൻ പറഞ്ഞേ. ആ തൗബ കൊണ്ടേ നമുക്ക് പ്രയോജനമുള്ളൂ. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു ഉദാഹരണം പറയാം.
തൗബ എന്താണെന്ന് മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറയാം. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു നബിതങ്ങളുടെ കാലത്ത്. നബിതങ്ങൾക്ക് ഖിദ്മത്തൊക്കെ ചെയ്യുന്ന സഹാബിയ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബിയെ നബിതങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിട്ടൊരു സ്ഥലത്തേക്ക്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അങ്ങനെ ഒരു വീടിൻ്റെ പരിസരത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സുന്ദരിയായ പെണ്ണ് നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുക. ഒരു സുന്ദരിയായ പെണ്ണ് നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ആ സുന്ദരിയായ പെണ്ണിങ്ങനെ കുളിക്കുന്നുണ്ടപ്പോൾ ഇങ്ങനെ നോക്കി. പക്ഷെ ആ നോട്ടം അങ്ങ് നീണ്ടുപോയി. സാധാരണ നോട്ടമല്ല. ആ സുന്ദരിയായ പെണ്ണിൻ്റെ കുളി ചങ്ങാതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരുപാട് നേരം ആ നോട്ടം ഇങ്ങനെ വല്ലാതെ കൂടിപ്പോയി. കുറച്ച് കഴിയുമ്പോഴാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാന് ബോധം തിരിച്ചു വരുന്നത്. പടച്ചോനെ, ഞാൻ എന്താ അല്ലാ ഞാൻ ചെയ്തേ? എന്താ റഹ്മാനെ ഞാൻ ചെയ്ത? ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ ശരീരം ഞാൻ കണ്ടില്ലേ? ഹറാമ് കണ്ടില്ലേ? വ്യഭിചാരമല്ലേ അല്ലാ ഇത്? പടച്ചോനെ, ഇത് നബിതങ്ങൾ അറിയുമല്ലോ. ഞാൻ എങ്ങനെ ഇനി ഈ കണ്ണുകൊണ്ട് ഞാൻ നബിതങ്ങളുടെ മുമ്പിൽ പോകും? ഒരന്യ പെണ്ണ് കുളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു പെണ്ണിൻ്റെ ഔറത്ത് കണ്ടു. ഈ കണ്ട കണ്ണുകൊണ്ട് ഞാൻ ഇനി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ എങ്ങനെ കാണും? എങ്ങനെ പോകും ഞാൻ നബിതങ്ങളുടെ മുമ്പിൽ? ഈ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടം. എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എങ്ങോട്ട് പോയെന്നറിയില്ല, ഓടിക്കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരുഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കാൻ. ഞാൻ നരകത്തില, ഹറാമ് കണ്ടു, വ്യഭിചരിച്ചു പോയി, പടച്ചോൻ എങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുക. ഈ ചെറുപ്പക്കാരനെ പിന്നെ ആരും കണ്ടിട്ടില്ല. മലഞ്ചെരുവിലൂടെ, മലകളുടെ ചെരുവിലൂടെ, മരുഭൂമിയിലൂടെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ ചോദിച്ചു, സഅലബാനെ കാണുന്നില്ല, എവിടാന്നറിയില്ല. അങ്ങനെ ചരിത്രം പറയുന്നത് 40 ദിവസത്തോളം കഴിഞ്ഞു. അപ്പോഴാണ് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് കിടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, ആ ചെറുപ്പക്കാരന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ. ആരാ പറയുന്നത്? ജിബ്രീലാണ്. ആ ജിബ്രീൽ പറയണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും ചെറുപ്പക്കാരാ? അല്ലാഹുവിനോട് അത്രയും ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്തിട്ടുണ്ടാകണം. നരകത്തെ ഭയന്നുകൊണ്ട് ഞാൻ നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ കടന്ന് നിലവിളിച്ചുകൊണ്ട് കരയുകയാ, തൗബ ചെയ്യുകയാ, ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. നബി തങ്ങൾ വിളിച്ചു, എവിടെ സ്വഹാബാ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ സഹാബാ? യാ റസൂലല്ലാഹ്, കാണാനില്ല നബിയേ. എവിടെയാണെന്നറിയില്ല, കാണാനില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, എവിടെ ഉണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. സഅലബ എവിടെയുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. രണ്ട് സ്വഹാബത്തിനോട് നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും തിരഞ്ഞു നടക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നടോ. എല്ലാ സ്ഥലങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. സഅലബയെ കാണുന്നില്ല. അവസാനം പടച്ചവനെ മരുഭൂമിയുടെ ഒരു ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോ അതാ ആട്ടിടയനായ ഒരു മനുഷ്യനെ കാണുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പല സ്ഥലങ്ങളിലും മരുഭൂമിയിലൂടെ പോകുന്നതാണല്ലോ, പല മരഞ്ചെരിവിലൂടെയും പോകുന്നതാണല്ലോ. പടച്ചവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആട്ടിടയനായ മനുഷ്യൻ പറയുകയാണ്, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ആണോ എന്ന് എനിക്കറിയില്ല. ഇന്ന മലഞ്ചെരിവില് ഞാൻ എൻ്റെ ആടുകൾക്ക് വെള്ളമെടുക്കാൻ പോകുമ്പോ
അതാ ഒരു ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. നരകത്തെ ഭയന്നുകൊണ്ട് കരയുന്നവനാ, നരകത്തിന്റെ തീ ഭയന്നുകൊണ്ട് കരയുന്നവനാ. നിങ്ങൾ അന്വേഷിക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അതായിരിക്കാം. ഈ ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞു കൊടുത്ത അടയാളം നോക്കി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മലഞ്ചെരിവിലേക്ക് ചെല്ലുമ്പോ വൈകുന്നേര സമയമായി. പടച്ചവനെ, മലയുടെ മുകളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്. മുടിയെല്ലാം ജടപിടിച്ച് അതാ ശരീരം മുഴുവനും എല്ലും തൂലുമായി. പടച്ചവനെ, വസ്ത്രങ്ങളൊക്കെ കീറിയ ഒരു ചെറുപ്പക്കാരന് ഇറങ്ങി വന്നിട്ട് പടുത്തു കിടക്കുന്ന മണലുവാരിയിട്ട് തന്റെ ശരീരത്തിൽ ഇട്ടുകൊണ്ടും നിലവിളിക്കുന്നു, അല്ലാ മരിച്ചാ മതിയായിരുന്നു റബ്ബേ. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പതുക്കെ സമാധാനത്തോടെ അടുത്ത് ചെന്നിട്ട് വിളിക്കുന്നു, സഅലബാ. ഈ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നു സഅലബാ. നിലവിളിക്കുകയാണ്, ഞാൻ വരൂല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ വരൂല, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ നരകത്തിന്റെ അവകാശിയാണ്. നബിതങ്ങളെ കാണാൻ എനിക്ക് അർഹതയില്ല, നബിതങ്ങളുടെ മുമ്പിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു വാശി പിടിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകും സഅലബാ. എങ്കിൽ എന്നെ കൊണ്ടുപോകുമെങ്കിൽ എന്റെ കാലിൽ ചങ്ങലയിട്ടിട്ട് എന്നെ മണ്ണിലൂടെ വലിച്ചിടച്ചുകൊണ്ട് വേണം കൊണ്ടുപോകാൻ. എന്നെ നിങ്ങളെ ഭൂമിയിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോയാ മതി, കാരണം ഞാൻ പാപിയാ, ഞാൻ പാപിയാ. ഉമർ തങ്ങൾ പറഞ്ഞില്ല. അവസാനം സഅലബ പറയുകയാണ്, നിസ്കാരത്തിന്റെ സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാൻ, നിസ്കാരം നടക്കുന്ന സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാൻ. പടച്ചവനെ, അങ്ങനെ ഇശാ നമസ്കാരം നടക്കുമ്പോഴാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനും ഉമർ തങ്ങളും സൽമാൻ തങ്ങളും കടന്നു വരുന്നത്. അങ്ങനെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുകയാണ്. നബി തങ്ങൾ പടന്നു ഓതുകയാണ്, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹുവേ, ഈ ആയത്തങ്ങ് പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാ. മരണത്തിന് ശേഷമുള്ള ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത് അവിടുന്ന് പാരായണം ചെയ്തപ്പോ അവിടുന്ന് നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാണ്. നമസ്കാരം കഴിഞ്ഞു. നബി തങ്ങൾ ചോദിക്കുന്നു, സഅലബ എവിടെ? അവസാന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ അടുക്കൽ വന്നു. നബി തങ്ങൾ വെള്ളമെടുത്ത് മുഖത്തൊടിച്ചു. അവിടുന്ന് ബോധം തിരിച്ചു വന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅലബ, അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു സഅലബ. വീട്ടിൽ നിന്നിറങ്ങി 8 ആഴ്ചകളായില്ലേ? വീട്ടിലേക്ക് പോ സഅലബ, സമാധാനത്തോടെ വന്ന് വീട്ടിലേക്ക് പോ. ഇതെന്തു കോലമാണ് സഅലബ, ഇതെന്തു കോലമാണ് സഅലബ. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലും തോലുമായിരിക്കും ആ ചെറുപ്പക്കാരനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് പറന്നു വിട്ടടോ. 8 ദിവസം കഴിഞ്ഞു. 8 ദിവസം കഴിഞ്ഞു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ചാരത്തേക്ക് ഓടി വരുന്നു. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. ഉറക്കമില്ല നബിയേ, ഭക്ഷണം കഴിക്കുന്നില്ല നബിയേ, രാവും പകലും കരച്ചലാ നബിയേ. 8 ദിവസവും വല്ലാത്ത കരച്ചലാണ്. ഹറാമ് കണ്ടുപോയല്ലോ, പാപം ചെയ്തു പോയല്ലോ, നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ഉറക്കമില്ല, ഭക്ഷണമില്ല, രാവും പകരം കരച്ചലാട്. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു പട്ടിണി കിടന്ന്
കിടന്ന് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നു നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മുത്തുനബി കാണാൻ പോയി മോനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. തളർന്നു കിടക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നിട്ട് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തല ഇങ്ങനെ എടുക്കുകയാ. ആ തലയെടുത്തിട്ട് നബി തങ്ങളുടെ മടിയിലേക്ക് വെക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തലയെടുത്ത് നബി തങ്ങൾ മടിയിലേക്ക് വെച്ചപ്പോ സഅലബ തലവലിക്കുകയാ. ആ തലയങ്ങ് ഭൂമിയിലേക്ക് താഴേക്ക് വലിച്ചിടുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅലബ ഇഷ്ടമായില്ലേ സഅലബ, ഇഷ്ടമായില്ലേ സഅലബ? യാ റസൂലല്ലാഹ്, ഏത് മനുഷ്യനും കൊതിക്കുമല്ലോ അങ്ങയുടെ മടിത്തട്ടിലൊന്ന് തലവെച്ച് കിടക്കാൻ. പിന്നെ എന്തിനാ നീ തലവലിക്കുന്നത്? ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന കാര്യമാണ് എന്റെ മടിത്തട്ടിലൊന്ന് തലവെക്കുന്നത്. എന്റെ മടിത്തട്ടിൽ കിടന്നും മരിക്കാ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബാ. എന്നിട്ട് എന്തേ നീ തലവലിക്കുന്നത്? നിനക്കിഷ്ടമായില്ലേ സഅലബാ, നിനക്കിഷ്ടമായില്ലേ സഅലബാ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഇഷ്ടമില്ലാതിട്ടല്ല നബിയേ, ഇഷ്ടമില്ലാതിട്ടല്ല നബിയേ. അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ. പിന്നെ എന്തിനാണ് തലവലിച്ചതെന്നറിയോ? എനിക്കതിനുള്ള യോഗ്യതയില്ല നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല നബിയേ. ഞാനൊരു പെണ്ണിന്റെ ഔറത്ത് കണ്ടവനാ നബിയേ, ഞാനൊരു പാപിയാ നബിയേ, ഞാനൊരു പാപിയാ നബിയേ. അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ എനിക്ക് അർഹതയില്ല നബിയേ. തറയിൽ കിടന്നു മരിക്കുമ്പോഴെങ്കിലും അല്ലാഹു എനിക്ക് പുറത്തു തന്നാലോ, എന്റെ റബ്ബനോട് കരുണ കാണിച്ചാലോ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തൗബ എന്ന് പറഞ്ഞാൽ ഇതാ മോനെ, കള്ളു കുടിച്ചിട്ടല്ല, വ്യഭിചരിച്ചിട്ടല്ല, വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കുളിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ ഔറത്തൊന്ന് നോക്കിയതിന്റെ പേരിൽ മരുഭൂമിയുടെ മലഞ്ചരിവിലൂടെ ആഴ്ചകളോളം പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് തൗബ ചെയ്ത് അവസാനം പട്ടിണി കിടന്നിട്ടും മരിക്കുന്ന സമയത്തും ആ സഹാബിയുടെ സങ്കടം അതായിരുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചിട്ട് കഞ്ചാവടിച്ചിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിൽ കയറി ചെന്ന് സലാം പറഞ്ഞു ഒരു പേടിയുമില്ലാതെ റൂമിൻ്റെ അകത്ത് കിടക്കുന്ന യുവത്വമേ, കോളേജിൽ പോകുന്ന പേര് പറഞ്ഞ് കാമുകന്റെ കൂടെ കറങ്ങി റൂം എടുത്തിട്ട് സർവ്വതും കഴിഞ്ഞ് വ്യഭിചരിച്ചിട്ട് ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് വീട്ടിൽ ചെന്ന് ഉമ്മാരെ കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞു ഉമ്മയ്ക്കൊരു ചുംബനവും കൊടുത്തിട്ട് ഒരു മനക്കുത്തു പോലുമില്ലാതെ വീടിൻ്റെ അകത്ത് കയറി മൊബൈലിൽ കുത്തി സുഖിക്കുന്ന പെണ്ണ് മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയില്ലേ പെങ്ങള്? പേടിയില്ലേടാ ചെറുപ്പക്കാരാ? എന്തൊരു ധൈര്യമാ മക്കള്, എന്തൊരു ധൈര്യമാ മക്കള്. മരണമുണ്ടടാ, ഖബറുണ്ടടാ, നരകമുണ്ടടാ, മസ്സറയുണ്ടടാ. ഈ ചിന്തയൊന്നും എനിക്കും നിങ്ങൾക്കുമില്ലല്ലോ. വാപ്പാ പ്രായമായില്ലേ ഉപ്പാ? മുടിയൊക്കെ നരച്ചില്ലേ ഉപ്പാ? എന്തേ ഉപ്പാ നന്നാകാത്തത്? ഏത് മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകില്ലേ? ഏതൊരു മനുഷ്യരും പ്രായമാകുമ്പോ നന്നാകില്ലേ? എന്തേ ഉപ്പച്ചി നിനക്ക് മാത്രം നന്നാകാൻ പറ്റാത്തത്? നിന്റെ മനസ്സെന്തേ ഇങ്ങനെയായി പോയത്? ഉമ്മമാരെ, എത്ര മയ്യത്ത് കണ്ടുമ്മാ, നിന്നെക്കാൽ പ്രായം കുറഞ്ഞ എത്ര പേരുടെ ജനാസ കണ്ടവളാ. നിന്നിരിക്കുമ്പോ നിന്റെ സഹോദരി പോയില്ലേ? പിഞ്ചുമക്കളുടെ മയ്യത്ത് വരെ കണ്ടില്ലേ? ഇപ്പോഴും നിനക്ക് തലമറയ്ക്കാ മടിയാ, നിസ്കരിക്കാ മടിയാ.
പടച്ചവനെ 18കാരിയെ പോലെ ഇപ്പോഴും റീൽസ് ഇട്ട് അടിച്ചു പൊളിക്കുന്ന സഹോദരിമാരെ, എവിടേക്കാ പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സർവ ആഘോഷങ്ങളും സർവ സന്തോഷങ്ങളും തകർത്തുകൊണ്ട് ഇടിത്തീ പോലെ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എപ്പോഴാണ് വരുന്നതെന്നറിയില്ല സഹോദരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ റജബിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാ മോനെ, ഇത് സാധാരണ ഒരു മാസമായിരുന്നില്ല. നീ അറിയേണ്ട ഒരു സത്യമുണ്ട്, ഇത് സാധാരണ ഒരു മാസമല്ല. ഈ പള്ളിയുടെ മുമ്പിൽ നിന്ന് ചീത്ത വിളിക്കുന്നത് പോലെയല്ല, പള്ളിപ്പറമ്പിനകത്ത് കയറി വിളിക്കുന്നത്, പള്ളിയുടെ മുമ്പിൽ നിന്ന് വിളിക്കുന്നത് പോലെയല്ല, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിന്ന് വിളിക്കുന്നത്, പള്ളിക്കകത്ത് നിന്ന് വിളിക്കുന്നത് പോലെയല്ല, പള്ളിയുടെ മിഹ്റാബിനകത്ത് നിന്ന് വിളിക്കുന്നത്. ഓരോന്നിനും സ്ഥാനമുണ്ട് മോനെ. റജബുൻ ഷഹ്റുല്ലാഹ്, ഇത് എൻ്റെ മാസമാണെന്നല്ല പറഞ്ഞ മാസമാണ്. ഈ മാസത്തിൽ നീ ചെയ്തത് മുഴുവനും നീ ഒന്ന് ആലോചിച്ചു നോക്കുമോനെ. അല്ല വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോടും എൻ്റെ നഫ്സിനോടും പറയുകയാണ്, അവസാന വെള്ളിയാഴ്ച രാവാണ്. റബ്ബിൻ്റെ മുമ്പിൽ കരയാൻ ഇതിനേക്കാളും ഒരു അവസരമുണ്ടാകില്ല, ഇതിനേക്കാളും ഒരു ചാൻസ് ഉണ്ടാകില്ല, ഇതിനേക്കാളും ഒരു നല്ല ദിവസം നിനക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് റബ്ബ് തന്ന അവസാനത്തെ ചാൻസാ. റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞോ, റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞോ, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെള്ളി വിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു, ഓരോരുത്തരും ചെയ്തത് അവനവനറിയുമല്ലോ. ഞാൻ ചെയ്തത് എനിക്കറിയാ, അല്ല പിടിക്കപ്പെട്ടില്ല, അല്ല ആരെയും അറിയിച്ചില്ല. ഞാൻ വിചാരിക്കുന്നത് എന്റെ കഴിവ് കൊണ്ടാണെന്നല്ലടാ സിറാജ്, അല്ലാഹു നിന്നോട് കരുണ കാണിച്ചതാണ്. പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കുമടാ. എന്നോടും നിങ്ങളോടും ഇതേ പറയാറുള്ളൂ. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞോ, റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്തോ, അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു അവസരം ചോദിച്ചു വാങ്ങിക്ക്. റബ്ബേ ദുആയിക്ക് ഇജാബത്ത് നൽകണേ അല്ലാ, പാപം പൊറുക്കണേ അല്ലാ, ഒരവസരം തരണേ അല്ലാ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ.